മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യം പ്രതാപനും മുത്തശ്ശിയും തിരിച്ചറിയുന്നു. അവർക്കാണെങ്കിൽ അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ഉറപ്പാക്കാനായിട്ട് മുത്തശ്ശിയാണെങ്കിൽ തോമസ് സാറിനോടൊക്കെ ചോദിക്കുന്നുണ്ട്. സാറും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് കുഞ്ഞിന് യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ല എന്നും. അതോടുകൂടിയിട്ട് പ്രതാപന് ഇല്ലാതിരിക്കുന്ന ആ വേദനകളൊക്കെ തന്നെ തിരിച്ചു വരികയാണ്. ഇനി ഇത് മോളോട് എങ്ങനെ പറയും എന്നൊക്കെ പ്രതാപൻ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും കണ്ണനാണെങ്കിൽ ശത്രുക്കളോട് അവർ പോലും അറിയാതെ വളരെ മയത്തിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഇനി ആപത്തുകളൊക്കെ തിരിച്ചറിയാമെന്ന് അവൻ കരുതുന്നു. പിന്നീട് തിരിച്ച് കമലേശ്വരത്തിലേക്ക് പോകുമ്പോൾ സാഗറിനെ കാണുന്നുണ്ട്. സാറേ, ഇനിയെങ്കിലും ഒരുപാട് സൂക്ഷിക്കണം. പ്രതാപനും ആ മുത്തശ്ശിയൊക്കെ തന്നെ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അവർ വെറുതെ ഇരിക്കില്ല. ഇതുപോലെയുള്ള പണികൾ പ്രതീക്ഷിക്കാമെന്നൊക്കെ പറയുമ്പോൾ അവര് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യട്ടെ. മുൻകൂട്ടി അറിയാൻ കഴിയുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും സേഫ് ആക്കിയിരിക്കും. പിന്നെ ഇതറിയാൻ ബാക്കിയുള്ള കുറച്ച് ശത്രുക്കൾ കൂടിയുണ്ട്. അവരെ കൂടി അറിയിക്കണം. എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്ന് കരുതിയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. അവരുടെ മുഖത്തെ വാട്ടം കൂടി എനിക്ക് കാണണം. ഞാൻ എന്തായാലും കമലേശ്വരത്തിലേക്ക് എത്തുന്നതിന് മുമ്പായി തന്നെ അവർ ഈ സത്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞിരിക്കും. അങ്ങനെ കണ്ണൻ പറഞ്ഞതുപോലെ തന്നെ പ്രതാപനാണെങ്കിൽ കരുണയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. കരുണയാണെങ്കിൽ അത് എല്ലാവരോടായിട്ട് പറയുന്നു. ഈ സമയം സീമന്തിനിയും വാമദേവനും ഒക്കെ തന്നെ അവിടെയുണ്ട്. അവരാണെങ്കിൽ ആകെ വിഷമത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്. എത്രയൊക്കെ കൊല്ലാൻ ശ്രമിച്ചാലും ഇവളും ഇവളുടെ കുഞ്ഞും പിന്നെയും ജീവൻ വെച്ച് വരികയാണല്ലോ എന്ന്. എന്തോ ഒരു പ്രത്യേക ജന്മങ്ങൾ തന്നെയാണെന്നൊക്കെ. കണ്ണനാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണനോടും ദുർഗ പറയുന്നുണ്ട്, കരുണയുടെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും പരിശ്രമം വെറുതെയായി മോനെ. അവളുണ്ടല്ലോ നിന്നെ ചതിച്ചവൾ. അവളുടെ കുഞ്ഞ് മരിച്ചിട്ടില്ല. അതിനെ കൊല്ലാൻ നോക്കിയിട്ടും വലിയ കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മഹാലക്ഷ്മിയെ പോലെ തന്നെയാണ്. എത്ര കൊല്ലാൻ നോക്കിയാലും വീണ്ടും വീണ്ടും ജീവൻ വെച്ച് വരുന്ന ഒരു പ്രത്യേക ജന്മം തന്നെ ആയിരിക്കും അതും. എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പോ അമ്മാവനും അമ്മായിയും വന്നിരിക്കുന്നത് മറ്റൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്ത് കാര്യമെന്ന്. അത് അറിയാലോ, സ്വാതി ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. അവൾക്ക് നല്ലൊരു ആലോചനയൊക്കെ വേണം, തീർച്ചയായിട്ടും വേണം. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി അവളോട് പറഞ്ഞതേ ഉള്ളൂ, നല്ലൊരു പയ്യനെ നോക്കി വിവാഹം ചെയ്യണമെന്ന്. അതേ മോനെ, പക്ഷെ പയ്യനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ടല്ലോ. അമ്മ എന്തായി പറയുന്നത് മോനെ? കാര്യങ്ങൾ നേരെ ചൊവ്വെ പറയാം. മറ്റൊന്നുമല്ല, സ്വാതി നീയും തമ്മിലുള്ള വിവാഹം അത് നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ അമ്മേ, അവളെ ഞാൻ എപ്പോഴും എന്റെ കുഞ്ഞു പെങ്ങളായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. മോനെ, അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക്. മുറപ്രകാരം നിങ്ങൾ കല്യാണം കഴിക്കേണ്ടവർ തന്നെയാണ്. ആദ്യം ഈ ഒരു ആലോചന ഞങ്ങൾ കൊണ്ടുവന്നതായിരുന്നല്ലോ, പക്ഷെ ഏതൊരു കാരണവശാൽ അത് മുടങ്ങിപ്പോയി. പക്ഷെ ഇനി അത് പാടില്ല. എന്തായാലും മോൻ ഇതിന് സമ്മതിക്കണം എന്നൊക്കെ പറയുമ്പോ കണ്ണനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മിയുടെ അധികാരങ്ങളൊക്കെ തന്നെ തനിക്കും വേണമെന്നുള്ളൊരു വ്യാമോഹത്തിൽ കരുണയാവട്ടെ കണ്ണന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കരുണേ? അത് ഫിനാൻസിയസിൽ എനിക്കും എന്തെങ്കിലും ഒരു ജോലി തരും, അതിന്റെ മേൽനോട്ടങ്ങളൊക്കെ തന്നെ ഞാനും കൂടി ഒപ്പം നിന്ന് വഹിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ കരുണേ, എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനായിട്ട് കഴിയില്ല. അധികാരങ്ങളിൽ പകുതിയും മഹാലക്ഷ്മിക്കുള്ളതാണ്. അവൾ കൂടി തീരുമാനിച്ചാലേ താനെന്നല്ല മറ്റാർക്കും അവിടെ ജോലി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറയുമ്പോ കണ്ണേട്ടാ ഇനിയെങ്കിലും അവളെ കൂട്ടിച്ചേർത്തുള്ള ആ പറച്ചിലുകളൊക്കെ അങ്ങ് നിർത്തിയേക്കണം. അവളെ എന്നേക്കുമായിട്ട് വിട്ടുകളയണം എന്നൊക്കെ പറയുമ്പോ നിയമവശാൽ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്ന് കണ്ണൻ പറയുന്നു. എന്തായാലും കണ്ണൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നെയ്സായി എന്റെ അടുത്ത് നിന്ന് അധികാരങ്ങൾ പിടിച്ചെടുക്കാനുള്ള പരിപാടിയിലാണെന്ന്. പക്ഷെ ഒരിക്കലും നടക്കില്ല എന്നും. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ഉണ്ണിയെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അവന് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. ഉണ്ണി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയാണത്. അതായത് അത് വായിച്ചു നോക്കി അവനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അതായത് ആ കമ്പനിയിൽ നിന്നും എന്നേക്കുമായിട്ട് ഉണ്ണി പുറത്തായി. അധികാരം കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് നിന്റെ മേഡം മഹാലക്ഷ്മി അഹങ്കരിക്കുകയാണ് ചെടി എന്നൊക്കെ മഞ്ജുവിനോട് ഉണ്ണി ചോദിക്കുമ്പോ അതൊന്നും എനിക്കറിയില്ല. ഏട്ടൻ ഒരു കാര്യം ചെയ്യും, ഏടത്തിയെ വിളിച്ച് നേരിട്ട് ചോദിക്കും. അങ്ങനെ ഉണ്ണി വേഗം തന്നെ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. എന്താ എന്റെ കയ്യിൽ ഒരു ലെറ്ററൊക്കെ തന്നിട്ടുണ്ടല്ലോ, ആ ലെറ്റർ വായിച്ചു നോക്കിയില്ല ഉണ്ണി എന്നിങ്ങനെ മഹി ചോദിക്കുന്നു. വായിച്ചു നോക്കി, പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിലാ നിങ്ങളിപ്പോ എനിക്ക് ഈ ലെറ്റർ തന്നത്? അതോ അത് ഉണ്ണിയെ പോലുള്ളൊരു സ്റ്റാഫിനെ അവിടെ ഇനി ആവശ്യമില്ല, ഞാൻ പിരിച്ചുവിടുന്നു. അത് തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ്? ഞാൻ ആരാവേണ്ടത് അവിടെ എന്നൊക്കെ മഹിയാണെങ്കിൽ തിരിച്ചു ചോദിക്കുന്നു. ഞാൻ പറയുന്നത് പോലെ അവിടെ നിന്നും ഇറങ്ങിപ്പോടാ, ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത് നീ. ഇനി ആ കമ്പനിയിൽ നിന്റെ കാല് ചവിട്ടരുത്. ഇതൊക്കെ കേട്ട് ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. നിങ്ങളുടെ അഹങ്കാരം അത് തീർത്തിരിക്കുമെന്നൊക്കെ ഉണ്ണിയാണെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. മര്യാദയ്ക്ക് അവിടെ നിന്നും ഇറങ്ങി പോവാൻ നോക്കടാ എന്ന് പറഞ്ഞ് മഹിയാണെങ്കിൽ ഫോൺ വെക്കുകയാണ്. അങ്ങനെ മഹിയുടെ പ്രകടനം കണ്ട് അനന്തവും ലേഖയും കൈ കൊട്ടിയിട്ടാണ് അവളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി ഇങ്ങനെ ആവണം മഹി, ഓരോ വാക്കുകളിലും തീ ഉണ്ടാകണം, ശത്രുക്കൾക്ക് തിരിച്ചടി കൊടുക്കണം. എന്തായാലും ഉണ്ണിയാണെങ്കിൽ വന്ന് കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരോടും അറിയിക്കുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അവൾ നേരെ കമലേശ്വരം കമ്പനിയിലേക്ക് പോകുന്നു. എന്നിട്ട് തന്റെ സ്വന്തം ചേട്ടന് അയൊരു
ലെറ്റർ കൊടുത്ത മഞ്ജുവിനെയാണ് കാണാനായിട്ട് പോകുന്നത്. എടി, നീയൊക്കെ ചേർന്നുള്ള കളിയാണെന്ന് എനിക്കറിയാം. പാവം കണ്ണേട്ടന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് കണ്ണേട്ടന്റെ അവസ്ഥയെ എല്ലാവരും ചേർന്ന് ചൂഷണം ചെയ്യുകയാണല്ലേ. എന്റെ ഭർത്താവിനെ പിരിച്ചുവിടാൻ മാത്രം ആർക്കാ ഇവിടെ അധികാരം എന്നൊക്കെ ചോദിക്കുമ്പോ ദേ കരുണേടത്തി എന്റെ അടുത്ത് വന്ന് പൊട്ടിത്തെറിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇതൊക്കെ മഹാലക്ഷ്മി അടുത്തിയുടെ ഉത്തരവാണ്. അതുപോലെ അനുസരിക്കുക മാത്രമേ തൊഴിലാളി എന്നുള്ള എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുമ്പോ അവളുടെ അഹങ്കാരം അത് ഞാൻ നിർത്തി കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ എങ്കിൽ പിന്നെ നേരിട്ട് ചെന്ന് നിർത്തി കൊടുക്ക്, അല്ലാതെ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ മഞ്ജു ആണെങ്കിൽ തിരിച്ചടിക്കുന്നു. അങ്ങനെ കരുണയാണെങ്കിൽ അവിടെ നിന്നും വീണ്ടും നാണം കെട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.